കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ദിവികാരുണ്യ മിഷണറി സന്യാസ സമൂഹാംഗമായ യുവ മിഷണറി വൈദികൻ ഫാദർ സുരേഷ് പട്ടേട്ട് MCBS നിര്യാതനായി. ടൈഫോയിഡിനെ തുടർന്ന് ഗുവാഹത്തിലെ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഡൽഹി അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അരുണാചൽ പ്രദേശിൽ മിഷണറിയായി സേവനം ചെയ്തു വരികയായിരുന്നു ഫാദർ സുരേഷ്. മൃതസംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച 1 മണിക്ക് ആരംഭിക്കും. സംഘപരിവാർ സംഘടനയായ ബജ്രംഗ് ദൾ മലയാളി കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഓഗസ്റ്റ് 6 ബുധനാഴ്ച വൈകുന്നേരം ഒഡീഷയിലെ ജലേശ്വർ ജില്ലയിലെ ഗംഗാധർ ഗ്രാമത്തിലാണ് മതപരിവർത്തനം ആരോപിച്ച് ആക്രമണമുണ്ടായത്. ബാലസോർ രൂപതയുടെ കീഴിലുള്ള വൈദികരായ ഫാദർ ലിജോ നിരപ്പേൽ, ഫാദർ വി ജോജോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂളുകളിലെ 12,000-ഓളം അധ്യാപക നിയമനങ്ങളെ അനിശ്ചിതത്വത്തിലാഴ്ത്തി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് രംഗത്ത്. സർക്കാർ നടത്തിയ ഓരോ നീക്കവും അധ്യാപക സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും യോഗം വിലയിരുത്തി. നിലവിൽ തുടരുന്ന സർക്കാരിന്റെ പ്രതികൂല നയത്തെ ഉപേക്ഷിച്ച് അനുകൂല നയത്തിൽ എത്തിയില്ലെങ്കിൽ വലിയ പ്രതിഷേധമായിരിക്കും നേരിടേണ്ടി വരികയെന്നും മുന്നറിയിപ്പ് നൽകി. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിച്ച് കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി. ഭാവിയിൽ ഇത്തരം അധികാര ദുർവിനിയോഗങ്ങൾ തടയുന്നതിന് കേന്ദ്ര സർക്കാർ ആവശ്യമായ നിയമപരവും ഭരണപരവുമായ നടപടികൾ കൈക്കൊള്ളണമെന്നും സമിതി നേതൃത്വം ആവശ്യപ്പെട്ടു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ ക്രൈസ്തവരെ വിഡ്ഢികളാക്കുകയാണെന്ന് CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് BC സെബാസ്റ്റ്യൻ. കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കുവാനും ക്ഷേമ പദ്ധതികൾ നിർദ്ദേശിക്കുവാനും നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് JB കോശി കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് 2 വർഷം പിന്നിട്ടിട്ടും പുറത്തിറക്കാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. കോരത്തോട് കരുണാഭവൻ മെഡിക്കൽ സെന്റർ രജത ജൂബിലി ആഘോഷത്തിൽ. ജൂബിലി വർഷത്തിൽ കുടിയേറ്റ മേഖലയായ കോരത്തോടിന്റെയും പരിസര പ്രദേശങ്ങളിലെയും ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഹബ്ബായി കരുണാഭവൻ മെഡിക്കൽ സെന്ററിനെ ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ക്ലെറിൻ ജോസ് പാണ്ടിക്കുന്നിൽ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ റെവറൽ ഡോക്ടർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നിൽ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിച്ചു. മേരി മക്കൾ സന്യാസിനി സമൂഹത്തിന്റെ സഹസ്ഥാപകയായ മദർ മേരി കല്ലറയ്ക്കൽ DM അവസാന നാളുകൾ ചിലവഴിച്ച പെരുങ്ങുമ്മൂട് ഭവനത്തിന്റെ മുറി ഒരു മ്യൂസിയമാക്കി മാറ്റി. മദർ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ പൂജ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. മ്യൂസിയത്തിന്റെ ആശീർവാദ കർമ്മം മലങ്കര സഭയുടെ തലവനും പിതാവുമായ മോറോൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ നിർവഹിച്ചു. മദർ ജനറൽ മദർ ലിയ DM, മദർ മേഴ്സി ജോൺ DM, നിരവധി സിസ്റ്റേഴ്സ് എന്നിവർ സന്നിഹിതരായിരുന്നു. കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി 10-ന് മെൽസോ തിരുവചനം എഴുത്ത് നടക്കും. ബൈബിൾ പകർത്തി എഴുത്തിലൂടെ ചരിത്രം രചിക്കാൻ മലങ്കര ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. 80 പള്ളികളിലെ അധ്യാപകർ, വൈദികർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ എന്നിവരടക്കം 6,800 പേർ ഒരേ സമയം ഇതിൽ പങ്കാളികളാകും. പങ്ങട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യുഹന്നാൻ മാർ ദിയസ്കറോസ് ഉദ്ഘാടനം നിർവഹിക്കും. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ നടക്കുന്ന വചനയാത്രയെ തുടർന്നാണ് തിരുവചനമെഴുത്ത് ആരംഭിക്കുക. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് തെക്കൻ കേരളത്തിലെ പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വളാത്താങ്കര സ്വർഗാരോപിത മാതാ ഫൊറോന ദേവാലയത്തിലാണ് ഫിയാമ എന്ന പേരിൽ വിശുദ്ധരുടെ പ്രതീകാത്മക ദൃശ്യാവിഷ്കാരം സംഘടിപ്പിച്ചത്. വരാപ്പുഴ അതിരൂപത മീഡിയ ഡയറക്ടർ ഫാദർ ക്യാപിറ്റൽ ലോപ്പസ് ഉദ്ഘാടനം ചെയ്ത് തിരിതെളിച്ചു. ഇടവക വികാരി ഫാദർ ജോയിസി ആശംസകൾ അർപ്പിച്ചു. വിശുദ്ധരുടെ ജീവിതങ്ങളെ ദൈവജനത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടിയാണ് ഫിയാമ എന്ന് പേര് നൽകിയ പരിപാടി വളത്താങ്കരയിൽ നടത്തിയത്. സ്ലേഹന്മാർ, സുവിശേഷകർ, വേദപാരംഗതർ, വിശുദ്ധർ എന്ന് തുടങ്ങി 75ഓളം വിശുദ്ധ ജീവിതങ്ങളെ പരിപാടിയിൽ അവതരിപ്പിച്ചു. ഇടവകയിലെ കുഞ്ഞുങ്ങൾ മുതൽ 88 വയസ്സുകാരൻ റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ ക്രിസ്തുദാസ് വരെ വിശുദ്ധരുടെ വേഷമണിഞ്ഞ് വേദിയിലെത്തി.
കൊല്ലം രൂപത കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ രൂപതയിലെ എല്ലാ സ്കൂളുകളിലും കരിദിനം ആചരിച്ചു. പത്തനംതിട്ടയിലെ അധ്യാപികയുടെ ഭർത്താവിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ടും വിദ്യാഭ്യാസ ഓഫീസർമാർ നിയമാനുസൃതമായ നിയമനങ്ങൾ അംഗീകരിച്ച് നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇരവിപുരം സെന്റ് ജോൺ ഹൈസ്കൂളിൽ നടന്ന രൂപതാതല പ്രതിഷേധ സംഗമം കൊല്ലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ബിനു തോമസ് ബി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ തുടർച്ചയായി ലംഘിക്കും വിധമാണ് സർക്കാർ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൊല്ലം രൂപതയിലെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള മുഴുവൻ സ്കൂളുകളും കരിദിനമായി ആചരിക്കുകയും ചെയ്തു. വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിലേക്കുള്ള പരിശീലനത്തിനായി പുനലൂർ രൂപതയിലെ റവറൽ ഫാദർ ലിബിൻ സി ജെയിംസിനെ തിരഞ്ഞെടുത്തു. പുനലൂർ രൂപതയിൽ നിന്ന് ആദ്യമായാണ് വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ സേവനം ചെയ്യുവാനുള്ള പരിശീലനത്തിനായി ഒരു വൈദികനെ തിരഞ്ഞെടുക്കുന്നത്. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.